നോർത്ത് ഈസ്റ്റ് യാത്രയിലെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാനുള്ളത് ആസാമിലെ ശിവസാഗർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ എത്തിപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ യാദൃശ്യമായിട്ട് എത്തിപ്പെട്ടതാണ്. അതായത് ദിമാപൂരിൽ നിന്ന് മോൺ എന്ന് പറഞ്ഞ നാഗാലാൻഡിലെ ഒരു വില്ലേജിലേക്ക് പോകുന്ന വഴി രാത്രിയിൽ ഒരു പമ്പിൽ തങ്ങാനാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ ഇവിടുത്തെ ഒരാൾ വഴി ഞങ്ങൾ മലയാളികളായ ഒരു ഫാമിലി അവരെ വീട്ടിലെത്തിപ്പെട്ടതാണ്. അത് യാദൃശ്യമായിട്ട് എത്തിപ്പെട്ടതാണ്. അദ്ദേഹം ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ ആള്. ഹലോ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ ആള്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ മലയാളികളുണ്ട്, അവരുടെ അടുത്ത് പോയി താമസിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടെന്ന് തോന്നു. പിന്നെ എൻ്റെ കൂടെ ഹിബ എന്ന് പറഞ്ഞ മലപ്പുറത്ത് തന്നെ ഉള്ള ഒരു പെൺകുട്ടിയും കൂടി ഉണ്ട്. അവളും തന്നെ പിന്നെ ഈ മോൺ വില്ലേജിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് അരുണാചലിലേക്ക് പോവുകയാണ്. അപ്പോൾ അരുണാചലിൽ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും മഞ്ഞ് വീഴ്ചയും റോഡൊക്കെ ബ്ലോക്ക് ആവാനൊക്കെ ഉള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കാണ് പോകുന്നത് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ കൂടിയതാണ്. അപ്പോൾ ഞാനും അവളും കൂടിയാണ് ഇപ്പോൾ ദിമാപൂരിൽ നിന്ന് ഈ മോൺ വില്ലേജിലേക്ക് പോകുന്നത്. ഇന്നലെ രാത്രി പമ്പിൽ വെച്ച് ഇദ്ദേഹത്തിനെ കണ്ടുമുട്ടി പരിചയപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹമാണ് പറഞ്ഞു ഇവിടെ ഒരു മലയാളികൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നു. നല്ല ഹെൽപ്പാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. രാജൻ റായ് പോലീസിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഭയങ്കര ഹെൽപ്പാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. താങ്ക് യു. ഓക്കെ. ഇവിടെയാണ് ഞാൻ ഇന്നലെ രാത്രി കടന്നത് കേട്ടോ. എനിക്ക് വേണ്ടി ഒരു റൂമൊക്കെ അവർ ഒഴിഞ്ഞ് തന്നതാണ്. നല്ലൊരു അടിപൊളി റൂം, നല്ല പിന്നെ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തണുക്കാതെ ഇവിടെ കഴിഞ്ഞു കൂടാൻ പറ്റി. ഇന്നലെ ശിവസാഗറിലുള്ള ഇവരെ വീട്ടിലായിട്ട് ഞങ്ങൾ താമസിച്ചത്. നല്ലൊരു അച്ഛനെ കിട്ടിയിട്ടുണ്ട് ഇവിടെ. അച്ഛന്റെ പേരെന്താണ്? രാവണിക്കുട്ടി. അവര് കോഴിക്കോട് മുക്കത്താണ്. അവരെ തറവാടും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെയാണ് ശിവസാഗറിൽ അല്ലേ. അടിപൊളി ഫാമിലിയാണ്. നല്ല ഹെൽപ്പാണ് ചെയ്തത്. രാത്രി ഇവിടെ വന്ന് താമസിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള അവസരം കിട്ടി. എന്തായാലും കണ്ടതിന് വളരെ സന്തോഷം. ഓക്കെ, ഇനി ബാക്കിയുള്ള ആളുകളെ പരിചയപ്പെടാം. ബാക്കിയുള്ള ആളുകള് ഇവരെ മകനാണ്. പേര് പറയൂ. സഞ്ജീവ്. താങ്ക് യു. പിന്നെ അവരെ ഭാര്യ ജിജി. അമ്മ പത്മ. അനിയത്തി. ഇത് അവരെ അയൽവാസികളൊക്കെയാണ്. പേര് പറയും. ഞാൻ പോലെ അപ്പൊ ഇവിടെ അടുത്തൊക്കെയാണ് താമസവും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഭയങ്കര സന്തോഷം. ഇതാണ് ഇവരെ വീട് കേട്ടോ. ഇവരെ ക്ലിനിക്ക്, ഒരു പ്രിയ മെഡിക്കൽ സ്റ്റോർ ഉണ്ട് ഇവർക്ക്. പിന്നെ ചുറ്റുഭാഗം നോക്കിക്കഴിഞ്ഞാൽ അതൊരു സ്കൂളാണ്. പിന്നെ ഇവിടെ ഒരു ടീ എസ്റ്റേറ്റ്, ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. പിന്നെ ഇവരെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഇവിടെ വെച്ചിട്ടാണ് നടക്കൽ. ഇതൊരു ഒരു ഗ്രൗണ്ടാണ്. ഒരുവിധം പരിപാടികളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് നടക്കുക, ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ട്. ഇത് വരെ കാറാണ്. പോർച്ച്, അവിടെയാണ് വരെ പോർച്ച് കിടക്കുന്നത് അവിടെ. അപ്പൊ എല്ലാവരോടും ബായ് പറയാണ്. ബായ്. ഓക്കെ. ബൈ. മാസം കഴിഞ്ഞിട്ട് നാഗാലാൻഡ് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ റോഡിന്റെ ഒരു അവസ്ഥ കാണിച്ചു തരാം. വളരെ മോശമാണ്. പൊടിയൊക്കെ പാറിയിട്ടാണ് വാഹനങ്ങളൊക്കെ ഇതിൽ പോണത്. ലോങ് വാ എന്ന് പറഞ്ഞ ഭാഗത്തേക്കാണ് പോണത്. ഈ റോഡ് മൊത്തം ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് എന്നാണ് പറഞ്ഞു കേട്ടത്. കണ്ടില്ലേ റോഡിന്റെ ഒരു അവസ്ഥ. ഇപ്പം മോൺ ഡിസ്ട്രിക്റ്റിലാണ്. ഇനി കോണ്യാക് ട്രൈബൽസിന്റെ അവിടെ എത്തണം. അധിക ദൂരമൊന്നുമില്ല. എന്തായാലും റോഡൊക്കെ ഏകദേശം കണ്ടില്ലേ. ഈ റോഡ് സൈഡിലൊക്കെ പൊടി പാറിയതിൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ.
വണ്ടി ഇതേ അവസ്ഥ തന്നെ കേട്ടോ. പൊടി പാറിയിട്ട് കണ്ടില്ലേ, പൊടി ചളിയൊക്കെ ആയിട്ട് പിന്നെ കഴുകിയിട്ടേ ഇല്ല, കാരണം കഴുകിയിട്ട് കാര്യമല്ല. ഇത് കണ്ടില്ലേ, മൊത്തം പൊടി പാറി. ഈ ഫോമാറ്റ് വാങ്ങിയത് എന്തിനാന്ന് വെച്ചാൽ തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഇതില്ലാതെ ഒരു രക്ഷയില്ല, അപ്പം അങ്ങനെ വാങ്ങിയതാണ്. കാരണം ടെൻറ്റിൻ്റെ ഉള്ളിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടാവും, അല്ലെങ്കിൽ നല്ല തണുപ്പ് അടിയിൽ നിന്ന് കയറും. ഇവിടുത്തെ മിക്കവാറും വീടുകളൊക്കെ ഇതുപോലെ തന്നെയാണ്, മുള കൊണ്ടുണ്ടാക്കിയ വീടുകളും. അതുപോലെ അത് മേഞ്ഞിട്ടുള്ളത് ഓല കൊണ്ടൊക്കെയാണ്. ചെറിയ ചെറിയ വീടുകളാണ്, ഗ്രാമമാണ്. അതുപോലെ ട്രൈബൽസാണ്, ഫുള്ളായിട്ട് ട്രൈബൽസാണ്. ട്രൈബൽസിൻ്റെ വീടുകളാണ് ഇതൊക്കെ. പിന്നെ അത്യാവശ്യം വനമുണ്ട്, പിന്നെ കവുങ്ങിൻ്റെ കൃഷിയുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണുന്ന കാഴ്ചകളൊക്കെ. മലയോര മേഖലയാണ് മൊത്തത്തിൽ. ഫുള്ള് മലകൾ കയറി ഇറങ്ങിയിട്ട് വേണം യാത്ര ചെയ്യാൻ. കണ്ടില്ലേ, എല്ലാ വീടുകളും ഇതുപോലെയൊക്കെ തന്നെയാണ്. റോഡ് കുറച്ച് നല്ലതുണ്ടാവും, കുറച്ച് മോശം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളൊക്കെയാണ്. റോഡിൻ്റെയൊക്കെ അവസ്ഥ വളരെ മോശം തന്നെയാണ്. ഇവിടുത്തെ കുട്ടികളാണ് കേട്ടോ, ഗ്രാമത്തിലെ കുട്ടികളാണ്, വില്ലേജിലെ കുട്ടികളാണ്. ഹലോ, ഹായ്, ഹായ്. യുവർ നെയിം? ഹായ്, ഹായ് ഹായ്. ഓക്കെ, ഫുക്തോങ് എന്ന് പറയുന്ന ഒരു വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒന്ന് വെറുതെ ഒന്ന് കയറി കാണാന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞ് ഇവിടെ എത്തിയതാണ്. വേറെന്തോ കുക്ക് ചെയ്യാൻ വേണ്ടി വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. ഇത് വേറെന്തോ ആവശ്യത്തിനാണാവോ. മുരളി, മേരി. ഓക്കെ, നൈസ് നെയിം. ഓക്കെ, റെസിഡൻസ്. ഇവിടെയാണ് അവരൊക്കെ താമസിക്കുന്നത്. കുട്ടികളുടെ അച്ഛൻ ഇവിടുത്തെ പാസ്റ്ററാണ്. അപ്പോൾ ഇദ്ദേഹം ഇവിടുന്ന് റിട്ടയർ ആയി പോവാണ്. അദ്ദേഹമാണ് ഇവിടുത്തെ പാസ്റ്റർ. അപ്പൊ റിട്ടയർഡ് ആയി പോകുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ ഇവിടെ വന്നതാണ്. അപ്പൊ ഞങ്ങക്ക് നല്ല ചായയും കടിയൊക്കെ തന്നിട്ടുണ്ട്. ഇതാ ജിഞ്ചർ ടീ ആണ്, പിന്നെ കേക്ക്. മോൺ ടൗണ് കഴിഞ്ഞു. ഇനി ലോങ് വേക്ക് ഏകദേശം 41 കിലോമീറ്ററോളം ഉണ്ട്. ഇതുപോലത്തെ റോഡാണ് മൊത്തം, വളഞ്ഞ് തിരിഞ്ഞ്. അതുപോലെ ചെറിയ വീടുകളൊക്കെ ഇവിടെ ഇങ്ങനെ കാണാം. എന്തായാലും അവിടെ എത്തുമ്പോ ഇരുട്ടാവും, കാരണം ഇവിടെ 4 മണി കഴിയുമ്പോഴേക്ക് ഇരുട്ടാവും. ഹലോ, ഹായ് ഹായ് ഹായ്. കുട്ടികളെ കണ്ടില്ല, ഇതേപോലെയാണ് കുട്ടികളൊക്കെ. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ് മൊത്തത്തില്, നല്ല ശ്രദ്ധിച്ച് പോകണം. ഇതുവരെ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ താഴത്തേക്ക് ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം കാടും മലമ്പ്രദേശങ്ങളുമാണ്. ചെരിഞ്ഞിട്ട് ഒരു ഭാഗം കൊക്ക പോലെയാണ്, ഒരു ഭാഗം കുത്തന മലകളും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ റോഡുകൾ. ഇത് മൊത്തം ഒരു മലയോര മേഖലയാണ്, നല്ല ശ്രദ്ധിക്കണം. ഈ ലോങ് വേയിലേക്ക് പോകുന്ന റോഡ് ഫുള്ളായിട്ട് BRO ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ വരുന്ന വഴിക്കൊക്കെ ഫുള്ള് BROൻ്റെ വർക്കാണ്, റോഡ് വർക്കൊക്കെ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടുത്തെ ആളുകൾക്ക് മുഴുവൻ തോക്കുണ്ട്. അവരുടെ കയ്യിലൊക്കെ ഫുള്ള് തോക്കാണ്, വലിയ ഗണ്ണാണ്, എല്ലാവരുടെ കയ്യിലും ഉണ്ട്. പിന്നെ ഫുള്ള് കാടും പ്രദേശമാണ്, ഒരു മനുഷ്യന്മാരെ ഇല്ല, അങ്ങനത്തെ റോഡാണ് ഇവിടെയൊക്കെ. ഇവിടുന്ന് അങ്ങോട്ട് 20 കിലോമീറ്ററോളം ഇനിയും ഓടാണ്ട്. സമയം ഏകദേശം ഒരു 4 മണിയൊക്കെ ആവാനായി. 4-4:30 ആകുമ്പോഴേക്കും എന്തായാലും ഇവിടെ ഇരുട്ടാവും. അങ്ങനെയാണ് ഇവിടുത്തത്. പിന്നെ മ്യാൻമാർ ബോർഡറും കൂടിയല്ലേ, ആ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്ക് എന്തായാലും പെട്ടെന്ന് നേരം ഇരുട്ടും. മൊത്തം കാടും പ്രദേശമാണ്, ചുറ്റുഭാഗം മലനിരകൾ. ഒരു മനുഷ്യന്മാരാണെങ്കിൽ ഇവിടെ ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പല ആളുകളും കാട്ടിൽ നിന്നൊക്കെ വിറക് വെട്ടിയിട്ട് അങ്ങനെ അത് ഏറ്റി കൊണ്ടുപോകുന്നുണ്ട്. ഇത് കണ്ടില്ല, റോഡിൻ്റെ ഒക്കെ അവസ്ഥ ഇതാണ്. അധികം സ്പീഡിലൊന്നും ഓടാനും കഴിയൂല, കല്ലുടുമ്പ് റോഡാണ്. ഇരുട്ടായി തുടങ്ങി. അപ്പുറത്തെ അവസ്ഥ ഉണ്ടല്ലേ, നല്ല മലനിരകളാണ് കണ്ടില്ലേ, അടിപൊളി മലനിരകൾ. ഒരു ഭാഗം കൊക്ക, ഒരു ഭാഗം നല്ല കുത്തനുള്ള മല, അതിന്റെ നടുക്ക് കൂടെ റോഡും.
മുളകളാണ് ചുറ്റുഭാഗം. ഈ സൈഡിൽ കണ്ടില്ല, ഫുള്ള് മുളകളാണ്. ജനങ്ങളൊക്കെ വളരെ കുറവാണ് ഇവിടെ. രാത്രി ഒന്നും ഇതിലെ പോവാനേ പറ്റൂല, കാരണം വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല ഇവിടെ. എത്ര ദൂരം പോകേണ്ടി വരും. ഇവിടെ നിൽക്കാനും പറ്റാത്തൊരവസ്ഥയാണ് ഈ കാട്ടുപ്രദേശം ആവുകൊണ്ട്. വല്ല ജന്തുക്കളും എന്തെങ്കിലുമൊക്കെ വരുമെന്ന് പറയാനും പറ്റൂല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെയൊക്കെ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് തന്നെ എന്തായാലും എത്താൻ നോക്കണം. ലോങ് വേയിൽ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ പല ആളുകളും മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്, രാത്രി ഓടരുത്, വൈകുന്നേരം ആകുമ്പോഴേക്ക് ഓട്ടം നിർത്തിക്കൊണ്ട് നിന്ന്. പക്ഷെ ഇവിടെ ഇപ്പോൾ രാത്രി ഓടേണ്ട അവസ്ഥയാണ്, കാരണം ലോങ് വേയിൽ എത്തുമ്പോൾ ഇനിയും കുറേ സമയമുണ്ട്. എന്തായാലും ഇരുട്ടാവും അവിടെ എത്തുമ്പോൾ. അപ്പോൾ ലോങ് വേയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയത് എങ്ങനെയാന്ന് വെച്ചാൽ, വഴിയിൽ നിന്ന് കണ്ട പാസ്റ്ററിന്റെ 2 മക്കള്, അവരെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട് ലോങ് വേയില്. അപ്പൊ അവര് പറഞ്ഞത് പ്രകാരം അവരുടെ ഫ്രണ്ട്സ് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഈ ഒരു കുന്നിന്റെ മുകളിലെത്തി. ഇവിടെ ഒരു ഒഴിഞ്ഞ വീട്, അത് സർക്കാരിന്റെ വീടാണ്, സർക്കാരിന്റെ ഒരു ഇതാണ്, പ്രോപ്പർട്ടിയാണ്. അപ്പൊ അത് പിന്നെ ഒഴിഞ്ഞ് കിടക്കാണ്. ഇവിടെ ഒരു വയ്യുണ്ട്, ആ വയ്യ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഒഴിഞ്ഞ് കിടന്നാണ് കിച്ചണൊക്കെ. അങ്ങനെ ഇവിടെ ഞങ്ങള് പിന്നെ കുക്കിങ്ങിലാണ് ഇപ്പൊ പച്ചക്കറികളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ചോറ് വെക്കാൻ വേണ്ടിട്ട്. അപ്പൊ എന്തായാലും നല്ലൊരു സേഫ് ആയിട്ടുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അത്യാവശ്യം നല്ല കയറ്റം കയറിയിട്ടൊന്നും വന്നത്, വണ്ടിയൊക്കെ സ്ലിപ്പായി ചെറിയൊരു മുറിയൊക്കെ ആയി. അത് പോട്ടെ, എന്നാലും നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട് ഏതായാലും. അപ്പൊ ആ പെൺകുട്ടികൾക്ക് ഒരു ഭയങ്കര താങ്ക്സ്. ഇവിടെ ഒരു ബയ്യ ഉണ്ട് കേട്ടോ. ബയ്യ ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള പരിപാടിയിലാണ്. ചോറും പിന്നെ പച്ചക്കറികളൊക്കെയാണ്. അപ്പോൾ അച്ചാറൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് കഴിക്കാൻ പോവാണ് ബയ്യ. ബയ്യ ആപ്കാ നാം ബോലിയേ? വാങ്ചുങ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഓക്കെ, ചോറ് വെക്കാനുള്ള സെറ്റപ്പിലാണ് അല്ലേ? അരിയൊക്കെ എടുത്തിട്ടുണ്ട്. കറക്റ്റ് 3 ഗ്ലാസ് നമ്മൾ അളന്നെടുത്തിട്ടുണ്ട്. മൂപ്പര് പറഞ്ഞു ഈ ഗ്ലാസ്സില് 2 ഗ്ലാസ് എടുത്താല് 2 ആൾക്ക് കുറച്ച് പാകത്തിന് കറക്റ്റ് ആയിട്ട് തിന്നാ. 3 ഗ്ലാസ് എടുത്താൽ നല്ലോണം തിന്നാന്ന് പറഞ്ഞു. അപ്പൊ 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കറി ആയിട്ട് വേണം ചോറുണ്ടാക്കാൻ. എഴുതിയെടുക്കാം. ഓക്കെ 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 ഓക്കെ. അപ്പൊ ചോറും കറികളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി കഴിക്കാൻ പോട്ടെ. അപ്പൊ ചോറ് കഴിച്ചോണ്ടിരിക്കുക കേട്ടോ. ചോറും കറിയൊക്കെ സംഗതി അടിപൊളിയായിട്ടുണ്ട്, സംഗതി ഓക്കെയാണ്. അപ്പൊ ഈ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.